കാരുണ്യത്തിലേക്ക് സ്വാഗതം. വിധി എത്ര നിർദാക്ഷിണ്യമായാണ് ചിലരുടെ മേൽ അതിക്രൂരമായ ഹസ്തങ്ങൾ പതിപ്പിച്ച് ഒന്നും അറിയാത്ത പൈതങ്ങളെ പോലും എന്തെന്നില്ലാത്ത സങ്കടങ്ങളിലേക്ക് താഴ്ത്തിക്കളയുന്നത്. കഥകളേക്കാൾ യാഥാർത്ഥ്യങ്ങൾ നമ്മെ ഏറെ ഭയപ്പെടുത്തും എന്ന ചൊല്ല് എത്രയോ അർത്ഥവത്താണ്. നമുക്ക് ചുറ്റും നാം കാണാതെ പോകുന്ന ദുരിതങ്ങൾ നാം അത് കാണുന്നില്ല എന്നതുകൊണ്ട് ഇല്ലാതാകുന്നില്ലല്ലോ. ഒരു സാമൂഹ്യ ജീവിതത്തിൽ എന്ന നിലയിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കഷ്ടങ്ങൾ കാണാനും നമ്മെ കൊണ്ടാവും വിധത്തിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതും നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഈ ബോധം നന്നായി ഉള്ളതുകൊണ്ട് സമരംഭിച്ച കാരുണ്യം പരിപാടിയുടെ ഇന്നത്തെ അവശത അനുഭവിക്കുന്ന കുടുംബം തിരുവനന്തപുരത്തിന് സമീപം തിരുമല മങ്കാട്ടുകടവ് പെരുങ്കാവിലെ വിജയചന്ദ്രന്റെയും കുടുംബത്തിന്റെയും കഥനകഥകളല്ല, ആരെയും കരയിപ്പിക്കുന്ന ജീവിത സത്യങ്ങൾ, ഹൃദയമുള്ളവരുടെ നെഞ്ചു പിളർക്കുന്ന വിധത്തിലുള്ള ദയനീയ നിമിഷങ്ങളാണ് ഞങ്ങൾക്ക് മുന്നിലും ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലും ചുരൽ നിവർത്തുന്നത്. ഹൃദയത്തിൽ പല അഗ്നിപർവ്വതങ്ങൾ ഒന്നിച്ച് സ്ഫോടനം ചെയ്യുന്ന വിധത്തിലുള്ള ദുരന്താനുഭവങ്ങൾ സ്വന്തം കുടുംബത്തിലുണ്ടായിട്ടും ചിരിച്ച മുഖത്തോടെ മാത്രം സംസാരിക്കുന്ന വിജയചന്ദ്രൻ എന്ന 51കാരന്, ഈ കുടുംബനാഥന് ഇന്ദിരാദേവി എന്ന സഹധർമ്മിണിയും 12 വയസ്സ് മാത്രം പ്രായമുള്ള വിനീത് എന്ന ഒരു കൊച്ചു മകനുമാണുള്ളത്. ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്ന നിലയിൽ സസന്തോഷം കഴിഞ്ഞു വന്ന ഈ കുടുംബത്തിൽ അത്യാപത്തിൽ കരുപാളിച്ച മുഖം മാരകമായ അസുഖത്തിന്റെ രൂപത്തിൽ കടന്നു വരുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല. അവന് 12 വയസ്സ് ആയപ്പം തന്നെ അവന് 2 കിഡ്നിക്കും അരിപ്പ് പോലെ ആയിപ്പോയി. അങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ടിൽ ആശുപത്രിയിലായി. അങ്ങനെ ഇപ്പോഴും 2010 മുതൽ ഇപ്പം 2011 വരെ അസുഖത്തിലാണ്. ഇതിന് അവന് ഇങ്ങനെ മൂത്രമൊഴിച്ചപ്പോൾ നല്ല കടും ചുവപ്പ് നിറത്തിൽ ഉണ്ടായിരുന്നു, ബ്ലഡ് നിറത്തിലായിരുന്നു. അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ രക്തം പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രക്തം പരിശോധിക്കാൻ ഇവിടെ ഉള്ള ഇഞ്ചക്ഷൻ എടുത്തതിനൊക്കെ, സൂചി കുത്തിവെച്ചതിനൊക്കെ നീര് കാരണം അവന് എടുക്കാൻ സാധിച്ചിരുന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ശാസ്തമംഗലം ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ കുറച്ച് പൈസയൊക്കെ അടച്ചതിന് ശേഷം അവർ പറഞ്ഞ് അവിടെ പറ്റില്ല, മെഡിക്കലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കലിൽ കൊണ്ടുപോയതിന് ശേഷമാണ് അവർ പല ചെക്കപ്പ് നടത്തി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണിച്ച് അവൻ്റെ അസുഖം കണ്ടുപിടിക്കുകയും ഇതൊക്കെ എടുത്ത് നോക്കിയത് പരിശോധിച്ച് റെഡിയാക്കി ആ ഫാം വന്നതും അങ്ങനെയാണ് അറിയാൻ പറ്റിയത്. അഡ്മിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ 2 മാസം കിടത്തി. ആദ്യം 1 മാസം കിടത്തിയിട്ട് 3-4ാമത്തെ വാർഡിൽ കൊണ്ടുവന്നു. അവിടെ കിടന്നപ്പോൾ അവർ പറഞ്ഞു ന്യൂമോണിയാണ്, ബ്ലഡിൽ കലന്നു എന്ന് പറഞ്ഞു. ന്യൂമോണിയാണ് ബ്ലഡ്. അപ്പോൾ ഇവന് അണുബാധയില്ല, ചെറുത്തുനിർത്താനുള്ള അണുക്കൾ കുറവുണ്ട്, അതിന് പ്രയോഗശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇത് വന്നത്. അപ്പോൾ അണുക്കൾ കയറി, ബ്ലഡിൽ നിന്ന് അണുക്കൾ കയറിയാണ് ഇത് സംഭവിച്ചത്. അത് ഒന്നുമല്ല അമ്മ, രണ്ടും അങ്ങ് അരിപ്പോലെ ആയിപ്പോയി. അപ്പോൾ അമ്മ 1500 ഉണ്ടാക്കി വയ്ക്കണം, അവന് ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ ഇവിടെ വന്ന് പൈസ എങ്ങനെയും സംഘടിപ്പിച്ച് കൊണ്ടുവന്നു. അങ്ങനെ അവന് ഓപ്പറേഷൻ കഴിഞ്ഞു. അങ്ങനെ എറണാകുളത്ത് ഓപ്പറേഷന് കൊണ്ടുപോയി. അപ്പോഴാണ് പറഞ്ഞത് കിഡ്നിക്ക് കുഴപ്പമുണ്ടമ്മ, അമ്മ പേടിക്കണ്ട, അങ്ങ് മാറി 2.5 കൊല്ലം അത് വേണം.
വിജയചന്ദ്രന്റെ മകൻ വിനീത് 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ബാധിച്ച ന്യൂമോണിയ എന്ന അസുഖം ഈ കുഞ്ഞിന്റെ രക്തത്തെ അശുദ്ധമാക്കിയത് ഫലമായി വൃക്കകളെയും തകരാറിലാക്കി. ഈ 12 വയസ്സിൽ വിനീതിന്റെ കിഡ്നികളിൽ അരിപ്പനുഭവപ്പെടുകയും കൂടെ ജെന്നിയുടെ ലക്ഷണങ്ങൾ കാണപ്പെടുകയും ചെയ്തു. കുട്ടികൾക്കായുള്ള സർക്കാർ ആശുപത്രിയായ SAT ആശുപത്രിയിൽ ചികിത്സാ വിദഗ്ധൻ സൂസൻ ഉതപ്പിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ വിനീതിനെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി. കഴിഞ്ഞ 6 മാസമായി വിനീത് SAT ആശുപത്രി കിടക്കയിൽ തന്നെയായിരുന്നു. വിദ്യാർത്ഥിയായ വിനീതിന് അവിചാരിതമായുണ്ടായ ഈ അസുഖത്തിൽ സ്തംഭിച്ചുപോയ മാതാപിതാക്കൾ അഘോരാനുഭവത്തിൽ നിന്ന് ഇനിയും വിമുക്തരായിട്ടില്ല. പറയത്തക്ക യാതൊരു സ്വത്തോ വരുമാന മാർഗങ്ങളോ ഇല്ലാത്ത ഈ കുടുംബം നിത്യ ചെലവുകൾക്ക് തന്നെ വളരെയേറെ കഷ്ടപ്പെടുന്ന അവസരത്തിലാണ് അവരുടെ ഒരേ ഒരു മകന് ഇങ്ങനെ ഒരു ദുര്യോഗം പിണഞ്ഞത്. അവിടെ 2 മാസം കിടത്തിട്ട് വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ അപ്പൊ മൂത്രം വെളുത്തിട്ട് കൊണ്ടുവിടാന്ന് പറഞ്ഞ് മൂത്രം വെളുത്ത് കഴിഞ്ഞപ്പോ അവനെ ഇനി വിട്ട് കഴിഞ്ഞ് വീണ്ടും കൊണ്ട് ഇതുപോലെ കവവും ചെമയൊക്കെ വന്ന് വീണ്ടും കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. 15 ദിവസം വീണ്ടും കിടന്നു പിന്നെ മടിത്തട്ടിലൊക്കെ നീരും കയറി വെള്ളമൊന്നും കുടിക്കാനും വയ്യ. അതിന് മൂത്രം ഒഴിക്കാനും പാട്, വെളിക്കിറങ്ങാനും ഒക്കെ പാടായിരുന്നു. അങ്ങനെ പിന്നെ അവർ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ഇഞ്ചക്ഷന് കുത്തിവയ്ക്കാൻ കഴിയുമ്പോൾ അവന് ഇഞ്ചക്ഷൻ നരമ്പിൽ കൂടെ കയറില്ല. പിന്നെ കാലിലാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവന്ന് വീണ്ടും അഡ്മിറ്റ് ചെയ്ത് പിന്നെ അവന് ജാനി പോലെ വന്ന് ICUയിൽ കിടന്നു. എന്ത് യാതനകൾ സഹിച്ചും മകനെ പഠിപ്പിച്ച് തങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമില്ലാതെ പോയ ഒരു നല്ല ജീവിതം മകനെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. മകനെ തുടർന്നും പഠിപ്പിച്ചു ഒരു നല്ല നിലയിലാക്കണം എന്ന ഈ അച്ഛനമ്മമാരുടെ എല്ലാ കിനാവുകളും തകർത്തുകൊണ്ടാണ് ബാലനായ വിനീത് ഇന്ന് രോഗഗ്രസ്തനായി മാതാപിതാക്കൾക്ക് തീരാത്ത ഹൃദയവതയായി മാറിയിരിക്കുന്നത്. 7ാം ക്ലാസ്സിൽ വെച്ചു തന്നെ വിദ്യാഭ്യാസം കൈവിടേണ്ടി വന്ന വിനീതിന്റെ അസുഖം എങ്ങനെയും ശുശ്രൂഷിച്ച് ഭേദപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ എറണാകുളത്തെ അമൃത ഹോസ്പിറ്റലിൽ നിന്നും ഈ വാത്സല്യ മാതാപിതാക്കൾ വിദഗ്ധ ഡോക്ടർമാരെ വരുത്തി ബയോസ്യ എന്ന ചികിത്സാ മുറ ചെയ്തു. ഇതിനായി 3 ലക്ഷം രൂപയോളം ചെലവ് വന്നു. അഷ്ടിച്ചു ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിന് ഇത് എങ്ങനെ ബാധിച്ചു എന്നത് ആശ്ചര്യകരമാണെങ്കിലും മകന്റെ അസുഖം എന്ത് വില കൊടുത്തും ഇല്ലാതാക്കണം എന്ന വാത്സല്യ നിധികളായ ഈ രക്ഷിതാക്കൾ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇല്ലാത്ത പണമുണ്ടാക്കി മകനു വേണ്ടി ഇത്രയുമൊക്കെ ചെയ്യാൻ ഈ മാതാപിതാക്കൾക്കായതെന്ന് ഇവരുടെ കണ്ണീരിൽ കുതിർന്ന അനുഭവങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വിനീതിനെ വർഷങ്ങളായിട്ട് നമുക്കറിയാം നല്ല രീതിയിൽ നല്ല പഠിക്കാനും എടുക്കാനായിരുന്നു. നല്ല രീതിയിൽ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അച്ഛൻ തയ്യലാണ്. പക്ഷെ ആ തയ്ക്കാൻ പോലും പോവാതെ ഇപ്പം ഈ ഒരു അസുഖം വന്നതിൽ പിന്നെ ഭയങ്കരമായി കഷ്ടപ്പെടുകയാണ്. നമ്മുടെയൊക്കെ ഈ കഴിവിന്റെ പരമാവധിയിൽ കുറച്ചെന്ന് വെച്ചാൽ നമുക്കൊക്കെ അതിനൊരു പരിധിയുണ്ട്. ആ പരിധിക്ക് അടുത്ത് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു എങ്കിൽ പോലും ഭീമമായ ഈ ചികിത്സാ ചെലവ് അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ഒരു സഹായം കൊണ്ട് മാത്രമേ അവർക്ക് ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുള്ളൂ. 7 മാസത്തോളമായി ഈ കുട്ടിക്ക് ചികിത്സ തുടങ്ങിയിട്ട് ഒരുപാട് പൈസ അവർക്ക് ചെലവായി. ആഭരണങ്ങളും കടങ്ങളും എല്ലാം ആയി 3-4 ലക്ഷം രൂപയ്ക്ക് അടുത്ത് തന്നെ ഇപ്പൊ കടമായിരിക്കുകയാണ്. ഏഴ് 8 മാസം കൊണ്ട് ഈ വിനീത് ഈ അസുഖമായിട്ട് ചികിത്സയായിട്ട് കഴിയുകയാണ്. അപ്പം വളരെ ബുദ്ധിമുട്ട് കഴിയുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന ഒരു കുടുംബമാണ് ഇവർ.
ഒരു അച്ഛനാണെങ്കിൽ തയ്യൽ ജോലി ചെയ്താണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ആ തൊഴിൽ കൊണ്ട് മാത്രം ഈ കുട്ടിയുടെ ചികിത്സ നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കഴിയുന്നത്. ഇപ്പം തന്നെ ലക്ഷങ്ങളുടെ കടമായി, ഇനി ലക്ഷങ്ങളുടെ ചെലവ് വേണ്ടി വരും ഡോക്ടേഴ്സ് പറയുന്നത്. കുടുംബസ്ഥനായ ഒരു വ്യക്തി, അത് അച്ഛനായാലും അമ്മയായാലും, തന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് സ്വന്തം മക്കളെ ആയിരിക്കും. വിനീതിന്റെ അച്ഛൻ വിജയചന്ദ്രനും അമ്മ ഇന്ദിരാദേവിയും ഇതിൽ നിന്നും വിഭിന്നരല്ല. നമ്മുടെ വീട്ടിൽ മകനോ മകൾക്കോ ചെറിയൊരു അസുഖം വന്നാൽ പോലും അത് നമ്മെ എത്രമാത്രം അസ്വസ്ഥമാക്കും. തങ്ങളുടെ ഒരേ ഒരു മകനായ വിനീതിന്റെ ജീവിതം തന്നെ ചോദ്യചിഹ്നമായിരിക്കുന്ന വിധത്തിലുള്ള അതിഭയാനകമായ അസുഖം ബാല്യത്തിലെ മകന് വന്നുപെട്ടു എന്ന യാഥാർത്ഥ്യം അറിഞ്ഞ് ഈ മാതാപിതാക്കൾ സ്വസ്ഥമായൊന്നുറങ്ങിയ രാത്രികൾ ഉണ്ടായിട്ടില്ലെന്ന് ഇവരുമായി അല്പനേരം സംസാരിച്ചാൽ ആർക്കും ബോധ്യമാകും. മകനു വേണ്ടി ജീവിക്കുന്ന ഈ മാതാപിതാക്കളുടെ ഹൃദയ നൊമ്പരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കാവും? എനിക്ക് തയ്യലാണ്. ഇപ്പോ ഈ ഹോസ്പിറ്റലിലായതിനു ശേഷം എനിക്കിപ്പോ നേരെ ചൊവ്വിന് കട തുറക്കാറില്ല. ഇത്രയും ദിവസമായിട്ട് ഞാൻ മിക്കവാറും ഉച്ച വരെയൊക്കെ തുറക്കാനേ സാധിക്കുള്ളൂ. പിന്നെ അവൻ വന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെ അവന് ഗുളിയൊക്കെ കൊടുത്ത് വളരെ താമസിച്ചാണ് ഞാൻ കട തുറക്കാൻ പോകാറുള്ളത്. അപ്പൊ വൈകുന്നേരം ആകുമ്പോ എനിക്ക് പിന്നെ ഒന്നും കിട്ടില്ല. പുള്ളി 3 പ്രാവശ്യമായിട്ട് കിടന്ന്, ആദ്യം 2 മാസം കിടന്ന്, പിന്നീട് 1.5 മാസം കിടന്ന്, പിന്നെ 15 ദിവസം, പിന്നെ 16 ദിവസം കിടന്നു. വയോസിയൊക്കെ ചെയ്തിട്ട് കുറയുമ്പം കൊണ്ടുവരും. ചിലപ്പോ കിടത്താൻ പറയുമ്പോൾ ഡോക്ടർ കിടത്താൻ പറയുമ്പോൾ കിടത്തില്ലേ പറ്റുള്ളൂ. അപ്പം കിടത്തേണ്ടി വരും. ചിലപ്പം കഫം ഉണ്ടാവാൻ പാടില്ല, പനി വരാൻ പാടില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. വളരെയേറെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ അവിടെ ചെന്നപ്പോഴായിരിക്കും അറിയുന്നത് കിടത്തണമെന്ന് പറയുമ്പോൾ നമുക്ക് കിടത്തിയേ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോഴും അവര് പറഞ്ഞ അമ്മ കൂടിയ ഗുളിയൊക്കെ എഴുതാ, എന്നാലേ അവൻ അസുഖം നീരൊക്കെ മാറുള്ളൂ. ഇപ്പൊ ഈ ഇടയ്ക്ക് പോയപ്പോണ് കൂടിയ ഗുളിയൊക്കെ എഴുതിയത്. അത് കഴിഞ്ഞ് വെളിയിൽ പരിശോധനയ്ക്കൊക്കെ ലാബിലൊക്കെ തരും. അങ്ങനെ കുറെ പൈസയൊക്കെ ആയി. അങ്ങനെ ഇരുന്നിട്ട് ഇപ്പം കൂടിയ ഗുളിയ നമുക്ക് താങ്ങാനുള്ള ശക്തിയില്ല. അതിപ്പോ 100-ന്റെ 2 പ്രാവശ്യം കൊടുക്ക എഴുതിയത്. അതിന് അവര് പറഞ്ഞ് കവവും ചെമയും മാത്രം വരാതെ നിങ്ങൾ സൂക്ഷിച്ചോണം. അതാണ് ഇതിന്റെ ഏറ്റവും അവന് ചെറുത്ത് നിർത്തുള്ള അണുക്കൾ കുറവാണ്. അതുകൊണ്ട് അവനെ ഏറ്റവും സൂക്ഷിക്കണം അമ്മ എന്ന് പറഞ്ഞ് അവര് കുറയുമെന്ന് പറയുന്നു. എനിക്ക് ഇത്ര പറയാൻ പറ്റുള്ളൂ. പിന്നെ അവനെ സ്കൂളിൽ വിടണ്ട എന്ന് പറഞ്ഞു. സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പ്രശ്നം, അവനെ വിടണ്ട എന്ന് പറഞ്ഞു. അവന് പഠിക്കണമെന്നൊക്കെയുണ്ട്. പിന്നെ ഉപ്പില്ലാത്ത ആഹാരമൊക്കെ കൊടുക്കണം. ഉപ്പിട്ടൊന്നും കൊടുത്തുകളയില്ല അമ്മ. ഇല്ലെങ്കിൽ നീര് കയറും അവന്. നീര് കയറി അവന് നേരത്തൊക്കെ പുണ്ണു പോലെയൊക്കെ വന്നു ഇതിനു മുമ്പേ ന്യൂമോണിയ വന്നു. അതുകൊണ്ട് അമ്മ ഏറ്റവും സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. രണ്ടര വർഷം തുടർച്ചയായി ചികിത്സകൾ മുറയ്ക്ക് നടത്തുകയും മരുന്നുകൾ കഴിക്കുകയും ചെയ്താൽ വിനീതിന്റെ അസുഖം പാടെ മാറുമെന്നാണ് ഈ ബാലനെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുടെ ഏകകണ്ഠമായ അഭിപ്രായം. അതിന് മാസം തോറും 8000 രൂപയെങ്കിലും ചെലവ് വരും. മകന്റെ ചികിത്സയ്ക്കായി ഒന്നുമില്ലാത്ത അവസ്ഥയിലും ലക്ഷക്കണക്കിന് ചെലവുകൾ ചെയ്ത് ആകെ കടത്തിൽ മുങ്ങിയിരിക്കുന്ന ഈ നിർധന ദമ്പതികൾ ഇനിയൊരു ചില്ലിക്കാശ് പോലും മുടക്കാനില്ലാത്ത നിസ്സഹായാവസ്ഥയിലാണ്. വൃക്കകൾ രണ്ടും പ്രവർത്തിക്കാത്തതിന്റെ ഫലമായി അതിനോടനുബന്ധിച്ചിട്ടുള്ള കൊളസ്ട്രോൾ, പ്രഷർ, ശ്വാസം മുട്ടൽ എന്നിങ്ങനെ അനേകം അസ്വസ്ഥതകളും വിനീത് അനുഭവിക്കുന്നു. ഈ കൊച്ചുപ്രായത്തിൽ ശാരീരികമായും
മാനസികമായും ഇത്രയേറെ പ്രയാസങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഈ കുഞ്ഞിന്റെ ഇന്നത്തെ അവസ്ഥ എത്ര നിർഭാഗ്യകരമാണെന്ന് ചികിത്സിക്കാൻ എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും ഘോരമായ ഒരു അസുഖം നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വന്നു എന്നറിഞ്ഞാൽ ജീവിതം നരകമായി തന്നെ നമുക്ക് അനുഭവപ്പെടും എന്നത് യാഥാർത്ഥ്യം മാത്രം. നല്ല പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ കുട്ടിക്ക് ക്ലാസ്സിൽ പോകാനും അതിനൊന്നും കഴിയുന്നില്ല. ക്ലാസ്സിൽ പോകാൻ ഡോക്ടർ അവത് ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. വിനീതനാണെങ്കിൽ പഠിക്കണം, ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഭയങ്കര ഉത്സാഹമാണ്, പഠിക്കുന്ന കുട്ടിയാണ്. മോൻ്റെ ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും ഭയങ്കര സങ്കടമുണ്ട് വിനീത് ക്ലാസ്സിൽ ഹാജരാകാത്തത്. ടീച്ചർമാരും ഇവിടെ വന്ന് കാണണം എന്നുള്ള ഇത് ഒരു അഭിപ്രായത്തിലിരിക്കുകയാണ്. അങ്ങനെ വിനീതിന് ക്ലാസ്സിൽ പോകാൻ കഴിയാത്തതിൽ നമുക്ക് ഏറെ ദുഃഖമുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കുടുംബമാണ്. ആ മാവനെന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ തുടങ്ങിയ അന്ന് മുതൽ ഇങ്ങനെ തയ്യൽ കൂലി വേലയ്ക്ക് പോയി കുടുംബം പുലർത്തുന്നതാണ്. വേറെ സാമ്പത്തിക ശേഷിയൊന്നുമില്ല. അവരെ കുടുംബത്തിന് പോലും വേറെ സഹായിക്കാനോ നാട്ടുകാർക്ക് പോലും നല്ലതായിട്ട് സഹായിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർ സ്വന്തം ഇതായിട്ട് കടമായിട്ടും കുറച്ച് ഉരുപ്പടികളും അങ്ങനെ വിറ്റും കടബാധ്യതയായാണ് വിനീതിനെ ഇത്രയും രക്ഷപ്പെടുത്തി ഈ നിലയിൽ എത്തിച്ചത്. പിന്നെ അവരൊറ്റ കഴിവ് കൊണ്ട് മാത്രം അവർക്ക് വേറെ സഹായത്തിന് പോലും നാട്ടുകാർ പോലും അങ്ങനെ നേരെയില്ല. പിന്നെ നമ്മൾ കുറച്ച് പേര് ഹെൽത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ഹെൽത്തിൽ നിന്ന് നാളെ ആൾ വരും, അവർ നല്ല ഇതായിട്ട് വന്ന് നോക്കുന്നുണ്ട്. എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന കഴിവ് അത് നമ്മൾ വിനീതിന് വാങ്ങിക്കൊടുക്കും. ഇവിടെ വന്നിട്ട് 3 വർഷമായെങ്കിൽ 30 വർഷത്തെ ഒരു ബന്ധം ഈ വീട്ടിനോടുണ്ട്. ഇവിടുത്തെ വിനീത് എന്ന് പറഞ്ഞ കുട്ടിക്ക് സുഖമില്ലാത്ത കുട്ടിയാണ്. ഇവിടെ ഭയങ്കര ദാരിദ്ര്യമുള്ള ഒരു കുടുംബമാണ്. നിങ്ങളുടെയൊക്കെ സഹകരണങ്ങളുണ്ടെങ്കിൽ കുട്ടിക്ക് ഇനിയുള്ള ജീവിതത്തിൻ്റെ മരുന്നിനും അതിനൊക്കെ ആവുള്ളൂ. മറ്റുള്ളവരെ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നാം കരുതിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ താനെ വളർന്നുകൊള്ളും എന്നൊരു പ്രസിദ്ധമായ പഴമൊഴിയുണ്ട്. ഈ നിലയ്ക്ക് വിനീതിനെ പോലുള്ള ഒരു ദരിദ്ര ബാലന് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ സഹായങ്ങൾ പോലും നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ക്ഷേമവും സമൃദ്ധവും സമാധാനവുമാണ്. കൂടെ പഠിക്കുന്ന, കൂടെ കളിക്കുന്ന സഹോദരന്, തങ്ങളുടെ കൂട്ടുകാരന് ഇത്രയും വലിയ ഒരു വിപത്ത് സംഭവിച്ചതിന്റെ തീരാ ദുഃഖത്തിലാണ് ഈ പ്രദേശത്തുള്ള വിനീതിനെ അറിയാവുന്ന പിഞ്ചു കുട്ടികൾ, വിനീതിന്റെ കളിക്കൂട്ടുകാർ. അവർ തന്റെ കൂട്ടുകാരനു വേണ്ടി വിവിധ സംഘടനകളിൽ നിന്നും തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വിനീത് തന്റെ കുടുംബത്തിൽ മാത്രമല്ല ഈ നാടിന്റെയും ഈ നാട്ടുകാരുടെയും കൂടി ഓമനയാണെന്നുള്ള കാര്യം ഇവിടുത്തെ ഓരോ നാട്ടുകാരിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നു. നമ്മൾ നാട്ടുകാരെല്ലാവരും ഇവിടെ ദാരിദ്ര്യരേഖയ്ക്ക് ഏറ്റവും താഴെ താമസിക്കുന്ന, ദാരിദ്ര്യരേഖയിൽ താഴെയുള്ള ഒരു വാർഡാണ് എൻ്റെ വാർഡ്, തൊടുക്കോട്ടണം വാർഡ്. എന്നാൽ പോലും അതിലുള്ള ബാലസഭ അംഗങ്ങൾ പോലും ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് പൈസ സ്വരൂപിക്കാൻ തുടങ്ങി. 10 രൂപ 5 രൂപ എന്ന ക്രമത്തിൽ ഓരോ ചില്ലറ തുട്ടുകൾ കൊണ്ടും അവരുടേതായ രീതിയിൽ അവരിത് സ്വരൂപിച്ച് തുടങ്ങിക്കഴിഞ്ഞു. ബാലസംഘത്തിലുള്ള പിള്ളേരും മഹിളാ കോൺഗ്രസ് തന്നെ ഇവർക്ക് വേണ്ടി ഒരു ചികിത്സാ സഹായം നമ്മൾ സ്വരൂപിച്ച് ഒരു ഫണ്ട് സ്വരൂപിച്ച് കൊടുക്കണമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അതുപോലെ മറ്റുള്ള പ്രവർത്തകരും ഈ കുട്ടിക്ക് എന്തെങ്കിലും വേണ്ടുന്ന സഹായം ചെയ്ത് ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്യണമെന്ന്
ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ അസുഖം കൂടി ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആക്കി. അങ്ങനെ പിന്നെ കുറെ ദിവസം കാണാനില്ലായിരുന്നു. ഇപ്പൊ സ്കൂളിലൊക്കെ ടീച്ചർമാർക്കൊക്കെ അറിയാം സുഖമില്ലാത്ത കാര്യം. വിനീത് നല്ല പഠിക്കാന്ന് തോന്നുന്നു, എനിക്ക് അത്രയ്ക്ക് അറിയില്ല. അനിയന്റെ കൂടെയാണോ? അനിയന്റെ കൂടെയാണ് ഈ പ്രാവശ്യം ക്ലാസ്സിലുള്ളത്. നമ്മളുടെ ബാലസംഘത്തിൽ പ്രവർത്തിച്ചിരുന്ന കുട്ടിയായിരുന്നു വിനീത്. അപ്പോഴത്തേക്ക് ഈ കാര്യം അറിഞ്ഞത് പിന്നെയാണ് നമ്മള് കഴിഞ്ഞ ആഴ്ചയാണ് ഇതൊന്ന് വിനീതിനൊരു ഫണ്ട് കൊടുക്കണമെന്ന് തീരുമാനിച്ചത്. അപ്പോഴും നമ്മളെല്ലാ അംഗങ്ങളും കൂടി നമുക്ക് കഴിയുന്നാല് ഫണ്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ച്. അപ്പം ഇങ്ങനെ ഫണ്ട് കൊടുക്കാൻ തീരുമാനിച്ചപ്പം പാരന്റ്സ് ഒക്കെ അവരൊക്കെ നല്ല സഹകരണമാണല്ലേ? അത് സ്കൂളിലൊക്കെ സ്കൂളില് വരണുണ്ട്. വിനീത് വന്നോണ്ടിരുന്നപ്പോഴത്തേക്കും കുഴപ്പമില്ല. ഇപ്പൊ ടീച്ചർമാർക്കെല്ലാം അറിയാന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം വിനീതിനെ പറ്റി എന്താണ്? വിനീത് നല്ലൊരു കുട്ടിയാണ്. അവന്റെ അസുഖം മാറണമെന്നാണ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥന. മുമ്പ് വിനീത് ഏട്ടൻ ഈ സംഘത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ വയ്യാന്നറിഞ്ഞതിൽ എല്ലാ കൂട്ടുകാർക്കും നല്ല സങ്കടമുണ്ട്. അപ്പോൾ ഒരു അംഗത്തിൻ്റെ നിന്നും 10 രൂപ വീതം വെച്ച് വിനീത് ഏട്ടന് ഗുളിക വാങ്ങാൻ വേണ്ടി ഫണ്ട് കൊടുക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അതിൽ 20 രൂപ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ആവില്ലെന്ന് അറിയാം. എന്നാലും എല്ലാം കൂടെ കിട്ടിയിട്ട് ഒരു തുകയായിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും ഇങ്ങനെ പൈസകൾ ആവുന്ന വിധം വിനീത് ഏട്ടന് കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു ഫ്രണ്ടാണ് വിനീത്. വിനീതിന് കഴിയുന്നത്ര സഹായങ്ങൾ എൻ്റെ നിന്ന് പ്രതീക്ഷിക്കാം. ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, നമ്മളെ ക്ലാസ്സിൽ നിന്ന് ഒരു ഫണ്ട് പിരിച്ച് വിനീതിന് കഴിയുന്നത്ര കുട്ടികളെല്ലാവരും ഒരു തുകയിട്ട് പിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. അമ്മയും അച്ഛനും ഒരേ ഒരു മകനും എന്ന നിലയിൽ ഒരു സഹായത്തിന് ആരോരുമില്ലാതെ, കയ്യിൽ ഒന്നും തന്നെ ഇല്ലാതെ, നിശൂന്യമായ മനസ്സോടെയും അകം നിറഞ്ഞ ആകുലതകളോടെയും എന്തു ചെയ്യേണ്ടു എന്നറിയാതെ ദയനീയതയുടെ മറുരൂപങ്ങളായി മാറിയിരിക്കുന്ന ഈ മാതാപിതാക്കൾ ഈ സമൂഹത്തിലുള്ള എല്ലാ അച്ഛനമ്മമാരെയും സഹോദരങ്ങളുടെയും സഹാനുഭൂതി നിറഞ്ഞ മുഖങ്ങളിലേക്കാണ് സ്വന്തം മകന്റെ ജീവൻ രക്ഷിക്കാനായി ഇനിയും നഷ്ടപ്പെടാത്ത പ്രത്യാശയോടെ ഉറ്റുനോക്കുന്നത്. ഇപ്പൊ വിനീതെല്ലാം ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടോ? കഴിക്കില്ല. അതെന്താ? ഉപ്പില്ലാത്തോണ്ട്. എന്താ ഉപ്പ് കഴിച്ചൂടെ? അതെന്താ? ഡോക്ടർ പറഞ്ഞോ ഉപ്പ് കഴിക്കണ്ടെന്ന്? ഉപ്പ് കഴിച്ചാ BP കൂടും. BP ഉണ്ടോ? BP ഉണ്ടോ? BP ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അല്ലാതെ ഉപ്പിന്റെ അസുഖം എല്ലാം ഉണ്ട്. ഷുഗർ മാത്രമേ ഇല്ല. അയ്യോ, ഒന്നും ആഹാരം കഴിക്കാൻ പറ്റില്ല? പഞ്ചാര കഴിക്കാം. വേറെന്താ കഴിക്കുന്നത്? പിന്നെ ഉപ്പില്ലാത്ത ചോറാണോ? ചോറിയില ഉപ്പ് കറിയിലോ? കറിയിലും ഉപ്പ് ഇടുള്ളൂ. അയ്യോ, ഇപ്പൊ കറിയിലൊന്നും ഉപ്പില്ലാണ്ടാണോ ഇപ്പൊ തരുന്നേ? സ്കൂളിൽ പോണോന്നുണ്ടോ വിനീതിന്? എനിക്ക് കുടിവാശത്തുണ്ട്, രാത്രി പോകണ്ടെന്ന്. അതുകൊണ്ട് കൂടി ചെന്ന് പറഞ്ഞു. അസുഖമൊക്കെ ഭേദമായാലും വിനീത് സ്കൂളിൽ പോവോ? പരീക്ഷയ്ക്ക് ചെല്ലാൻ പറഞ്ഞു. അസുഖം ഭേദമായ പിന്നെ സ്കൂളിൽ പോവാല്ലോ അല്ലേ? അത് ശരി. 2.5 കൊല്ലം മരുന്ന് കഴിക്കണം. 2.5 കൊല്ലം മരുന്ന് കഴിക്കണം. 2.5 കൊല്ലം മരുന്ന് കഴിക്കണോന്ന്. ആണോ? 2.5 കൊല്ലം? 2.5 വർഷം മരുന്ന് കഴിച്ചാ പിന്നെ കുറയുമെന്നോ? കുറയുമെന്ന് പറയും. അപ്പൊ ഇതുവരെയ്ക്ക് മരുന്നൊക്കെ വാങ്ങിച്ചൊക്കെ തന്നത് എങ്ങനെയാ? അത് അച്ഛൻ തരും. നാട്ടുകാരെ സഹായിക്കും. അച്ഛന് ജോലിയുണ്ടോ? തയ്യലോ? പോവാൻ പറ്റുമോ അച്ഛന് തയ്ക്കാനൊക്കെ? ആവശ്യമില്ലാകുമ്പോ പോവൂല, അല്ലാത്തപ്പോ പോവും. അപ്പം വീട്ടില് ഭയങ്കര പാടായിരിക്കില്ലേ ചെലവിനൊക്കെ? അയ്യോ, മരുന്നൊക്കെ വാങ്ങണം. ഒരു ദിവസം എത്ര ടാബ്ലറ്റാ കഴിക്കേണ്ടത്?
ഒരു ദിവസം എണ്ണ നോക്കിയ രാവിലെ ഒരു 4 എണ്ണം ഉണ്ട്, പിന്നെ ഉച്ചക്ക് 2 എണ്ണം, വൈകിട്ട് 3 എണ്ണം. അതുകൊണ്ട് ഇനി കൊണ്ടുപോകുമ്പോൾ കൂടിയ ഗുളിക ഇങ്ങനെ വാങ്ങാനുള്ള ശക്തിയൊന്നും നമുക്കില്ല. ഒരു ചെറിയൊരു തയ്യക്കട ഇട്ടുകൊണ്ടിരിക്കണം. പിന്നെ നാട്ടുകാരെല്ലാരും കൂടെ സഹകരിക്കുന്നു. പിന്നെ അവന് അസുഖം വന്നതിൻ്റെ അന്ന് തൊട്ട് നാട്ടുകാരൊക്കെ നമ്മൾ സഹകരിക്കുന്നു. ആ പൈസ കൊണ്ടാണ് ഇപ്പം മരുന്നൊക്കെ വാങ്ങിച്ച് അങ്ങനെ പോണത്. പിന്നെ കുറച്ച് കടങ്ങളും ഒക്കെ ഉണ്ട്. എൻ്റെ ഉരുപ്പടി മൊത്തവും പോയി. എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെയുള്ള ഇതില്ല. ഇപ്പോൾ നാട്ടുകാരെ ചെലവിലാണ് ഇപ്പോൾ ഗുളിക മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയും 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വീണ്ടും ചിലവുണ്ടാവും എന്നാണ് ഡോക്ടർ പറയുന്നത്. വളരെയേറെ ചിലവ് വഹിക്കാൻ സാധിക്കാതെ ആണ് എൻ്റെ ഇപ്പോഴത്തെ ജീവിതം. നമ്മളും ഇത് അടുത്തിടെയായിട്ട് സംഘങ്ങളുമായുള്ള പെണ്ണുങ്ങളുമായിട്ടൊക്കെ ആലോചിച്ച് ആ ഒരു ഇത് ചികിത്സാ ധനസഹായം സ്വരൂപിക്കാനായിട്ട് തുടരുകയാണ്. അതേപോലെ തന്നെ ഈ പ്രേക്ഷകരും ഈ കാണുന്ന പ്രേക്ഷകരും അതേപോലെ ഒന്ന് കാരുണ്യ പ്രവർത്തനത്തിലൂടെ എന്തെങ്കിലും സഹായം ഇവർക്ക് കൊടുക്കണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കുവാനുള്ളൂ. ദൈവസമക്ഷത്തിൽ നമുക്ക് ഉറപ്പുവരുത്തപ്പെടുന്നത് ജീവിതത്തിലെ ഏറ്റവും ധന്യ നിമിഷങ്ങൾ പരോപകരമായ മുഹൂർത്തങ്ങളാണ്. അനിശ്ചിതമായ ഈ ജീവിതത്തിൽ നമുക്ക് മുതൽക്കൂട്ടാകുന്നതും മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുന്ന അത്യപൂർവങ്ങളായ ഇത്തരം സന്ദർഭങ്ങളാണെന്നതും വിസ്മരിക്കാതിരിക്കുക. ഈ നിർധരായ കുടുംബത്തെ സഹായിക്കാനുള്ള വിലാസം: വിജയചന്ദ്രൻ, കിഴക്കേ വിളാകം, പുത്തൻവീട്, മങ്കാട്ടുകടവ്, പെരിങ്കാവ്, തിരുമല, ട്രിവാൻഡ്രം. ബാങ്ക് അക്കൗണ്ട് നമ്പർ: ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് 6995. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അക്കൗണ്ട് നമ്പർ 6995. ഫോൺ 9746415400. ഫോൺ 9746415400. അടുത്ത ആഴ്ച മറ്റൊരു കുടുംബവുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ ഫ്രം മനു.